ഹലോ ഗായ്സ്, വെൽക്കം ടു RX ടോക്സ്. മഴക്കാലം തുടങ്ങുമ്പോൾ ഒരുപാട് രോഗങ്ങളും ഒപ്പം വരാറുണ്ട്. അതിൽ ഏറ്റവും അപകടകാരിയായ ഒന്നാണ് ഡെങ്കിപ്പനി. എങ്ങനെയാണ് ഡെങ്കിപ്പനി വരുന്നത്? എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ? എങ്ങനെ പ്രതിരോധിക്കാം? ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഡെങ്കിപ്പനി ഉണ്ടാകുന്നത് ഒരുതരം വൈറസ് മൂലമാണ്. ഫ്ലാവിവരിയുടെ ഫാമിലിയിൽപ്പെട്ട ഡെങ്കു വൈറസ് ആണ് ഇതിന് കാരണം. ഈ വൈറസ് മനുഷ്യരിലേക്ക് എത്തുന്നത് ഈഡിസ് ഈജിപ്റ്റി എന്നറിയപ്പെടുന്ന ഒരുതരം കൊതുകിൻ്റെ കടിയിലൂടെയാണ്. ഈ കൊതുകുകൾ ശുദ്ധജലത്തിൽ മുട്ടയിട്ട് പെരുകുന്നവയാണ്. വീടിന്റെ പരിസരത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളം, ചെടിച്ചട്ടികളിലെ വെള്ളം, ടയറുകൾ, പൊട്ടിയ പാത്രങ്ങൾ എന്നിവയിലെല്ലാം ഇവ പെരുകാൻ സാധ്യതയുണ്ട്. ഈ കൊതുകുകൾ പകൽ സമയത്താണ് സാധാരണയായി മനുഷ്യരെ കടിക്കുന്നത്. ഒരു ഡെങ്കിപ്പനി ബാധിതനായ ഒരാളെ ഈ കൊതുക് കടിച്ച് പിന്നീട് ഒരു സാധാരണ മനുഷ്യനെ കടിക്കുമ്പോഴാണ് രോഗം പകരുന്നത്. ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ പനിയിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ്. രോഗബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. അതിശക്തമായ പനി, 104 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ ഉയരുന്ന അതിശക്തമായ പനി. തലവേദന, നെറ്റിയിലും കണ്ണുകൾക്ക് പിന്നിലും അനുഭവപ്പെടുന്ന അതികഠിനമായ തലവേദന. പേശീവേദനയും സന്ധിവേദനയും, എല്ലുകൾ നുറുങ്ങുന്നത് പോലെയുള്ള വേദന. അതുകൊണ്ടാണ് ഡെങ്കിപ്പനിയെ ബ്രേക്ക് ബോൺ ഫീവർ എന്നും വിളിക്കുന്നത്. ശരീരത്തിൽ ചുവന്ന പാടുകൾ, ചിക്കൻ പോക്സിനോട് സാമ്യമുള്ള ചുവന്ന പാടുകൾ ശരീരത്തിൽ ഉണ്ടാകാം. ഛർദി, ഓക്കാനം, ഭക്ഷണം കഴിക്കാൻ തോന്നാതിരിക്കുക, ക്ഷീണം, തളർച്ച ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ ഒരു ഡോക്ടറെ ഉടൻ തന്നെ കാണിക്കേണ്ടത് വളരെ പ്രധാനമാണ്. സ്വയം ചികിത്സ ഒഴിവാക്കുക. പൂർണ്ണമായ വിശ്രമം വളരെ ആവശ്യമാണ്. ശരീരത്തിൽ നിന്ന് ജലാംശം നഷ്ടപ്പെടാതിരിക്കാൻ ധാരാളം വെള്ളം, കരിക്കിൻ വെള്ളം എന്നിവ കുടിക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ കൃത്യമായി കഴിക്കുകയും ചെയ്യുക. ചിലപ്പോൾ ഡെങ്കിപ്പനി ഗുരുതരമായി മാറാറുണ്ട്. അമിതമായ ക്ഷീണം, വയറുവേദന, മോണയിൽ നിന്നും മൂക്കിൽ നിന്നും രക്തസ്രാവം, ശ്വാസം മുട്ടൽ തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കണം. ഇത് ഡെങ്കി ഹെമറേജിക് ഫീവർ ആകാൻ സാധ്യതയുണ്ട്. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല വഴി കൊതുകുകളെ ഇല്ലാതാക്കുക എന്നതാണ്. കൊതുകുകൾക്ക് മുട്ടയിടാൻ അവസരം നൽകാതിരിക്കുക. വീടിന്റെ അകത്തും പുറത്തും വെള്ളം കെട്ടിക്കിടക്കാത്ത രീതിയിൽ സൂക്ഷിക്കുക. ചെടിച്ചട്ടികളിലെ വെള്ളം, പാത്രങ്ങൾ, ടയറുകൾ എന്നിവയിലെല്ലാം വെള്ളം കെട്ടി നിൽക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. കൊതുക് വലകൾ ഉപയോഗിക്കുക. കൊതുകുതിരികൾ, കൊതുകിനെ തുരത്തുന്ന ലേപനങ്ങൾ എന്നിവ ഉപയോഗിക്കാം. കഴിയുന്നത്ര കൈകളും കാലുകളും മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. ഈ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഡെങ്കിപ്പനിയെ അകറ്റി നിർത്താൻ സാധിക്കും. ഓർക്കുക, മഴക്കാല ആഘോഷമാക്കാൻ നമുക്ക് ആരോഗ്യം സംരക്ഷിക്കേണ്ടതുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഈ അറിവ് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഇത്തരം കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.